അങ്ങെപ്പോലെ ഇന്നയോളവും ആരുമെന്നെ സ്നേഹിച്ചില്ലയേ. അങ്ങെപ്പോലെ ഇന്നയോളവും ആരുമെന്നെ സ്നേഹിച്ചില്ലയേ. നിൻ ജീവനേക്കാളെന്നെ സ്നേഹിച്ചു, നിൻ ജീവനായി മാറ്റിയെന്നെ നീ. നിൻ ജീവനേക്കാൾ എന്നെ സ്നേഹിച്ചു, നിൻ ജീവനായി മാറ്റിയെന്നെ നീ. ഇത്രമേ 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 സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ, സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് ഇടപെടുന്ന വചനം സങ്കീർത്തനങ്ങൾ 56-13 വാക്യമാണേ. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ആമേൻ. ദൈവം നമ്മെ എന്തിനാണ് വിടുവിക്കുന്നത്? നമുക്ക് വിടുതൽ ആവശ്യമാണ്, നമുക്ക് സൗഖ്യം ആവശ്യമാണ്. പക്ഷേ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, വിടുവിക്കപ്പെട്ട് കഴിഞ്ഞ് നിങ്ങളെങ്ങനെ ജീവിക്കും? നിങ്ങളുടെ ഇപ്പോൾ രോഗം മാറിക്കഴിഞ്ഞ് നിങ്ങളെങ്ങനെ ജീവിക്കും? ആ കടം മാറിക്കഴിഞ്ഞ് നിങ്ങളെങ്ങനെ ജീവിക്കും? ആ കുഞ്ഞിൻ്റെ ഭാവിയുടെ വഴി തുറന്ന് കഴിഞ്ഞ് നിങ്ങളെങ്ങനെ ജീവിക്കും? അതെങ്ങനെ ജീവിക്കുമെന്ന് ഇപ്പോഴേ നിങ്ങളൊരു തീരുമാനം എടുത്താൽ സ്തോത്രം, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരിക്കും. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. ദൈവം നമ്മളെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളൊരു അത്ഭുതത്തിൻ്റെ, ഒരു വിടുതലിൻ്റെ അടുത്താ നിൽക്കുന്നത്. ഇന്ന് ചില വിടുതലുകൾ നിങ്ങളുടെ ലൈഫിൽ നടക്കട്ടെ. വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, രോഗങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ സമയമായി. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരിക. പക്ഷേ ആ വിടുതൽ കിട്ടിക്കഴിഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ സമർപ്പിക്കുന്നത് എത്ര അനുഗ്രഹം എന്നറിയാമോ? ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അപ്പോൾ എന്നെ ദൈവം വിടുവിച്ചത് എന്തിനാണെന്നറിയാമോ? ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്. ആമേൻ. മറ്റൊരു ഭാഗത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് നീ എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. പത്രോസ് പറയും, എൻ്റെ പടക് വലയും എല്ലാം നിറച്ചത് അവൻ്റെ പുറകെ അനുഗമിക്കാനാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമുക്കറിയത്തില്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾ ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ, കർത്താവേ എനിക്ക് നീ വിടുതൽ തരണമെന്ന് മാത്രമല്ല, ആ വിടുതലിന് ശേഷം ഒരു ജയകരമായ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. 38 വർഷമായി കുളക്കരയിൽ തളർന്നു കിടന്നൊരു മനുഷ്യൻ. ശ്രദ്ധിച്ചോണേ, കർത്താവ് അവൻ്റെ ചെന്നവനെ സൗഖ്യമാക്കി.
അവനിങ്ങ് വരാൻ പറ്റില്ല, ചെന്ന് സൗഖ്യമാക്കി. ഇതൊരു ഭയങ്കരമായിട്ടോ, നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലേ, വന്ന് സൗഖ്യമാക്കുന്ന ദൈവം. 2, അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ? അപ്പൊ അവൻ പറയുകയാണ്, കുളം കലങ്ങുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല, മറ്റൊന്ന് വിശ്വാസവും ഇല്ല, സാധ്യതയുമില്ല. ഇതൊന്നുമില്ല എന്നിട്ടും ദൈവം അവൻ്റെ ലൈഫിൽ അവന് വേണ്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ ചെയ്തു. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് വേണ്ടി ദൈവം എക്സ്ട്രാ ഓർഡിനറി അത്ഭുതം ചെയ്യാൻ പോകും. നിന്റെ വിശ്വാസത്തെ നോക്കത്തില്ല, നീ കർത്താവിനെ ക്ഷണിച്ചത് നോക്കത്തില്ല, നിന്റെ പ്രാർത്ഥന നോക്കത്തില്ല, ദൈവം അത്ഭുതം ചെയ്യാൻ പോകും. അവരോട് നീ കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവന് കിടക്കെടുത്ത് ഇങ്ങനെ പോയി ചോദിച്ചു, നിന്നെ ആരെ സൗഖ്യമാക്കി? അവൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്നെ സൗഖ്യമാക്കാൻ പറഞ്ഞു. കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ പിന്നെ യേശുവിനെ കണ്ടു. യേശു പിന്നെ കണ്ടു. അവൻ്റെ അടുക്ക് ചെന്ന് പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കിയത് നിന്റെ പഴയ ജീവിത ശൈലിയിൽ തന്നെ തുടരാനല്ല, ഇനി തിന്മയായിട്ട് ഇനി ഭവിക്കരുത്, അതുകൊണ്ട് ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, പഴയൊരു ജീവിതം നയിക്കാനല്ല ഞാൻ നിന്നെ സൗഖ്യമാക്കിയത്, പഴയൊരു ജീവിതം നയിക്കാനല്ല ഞാൻ നിന്നെ ഉയർത്തിയത്, പഴയൊരു ജീവിതം നയിക്കാനല്ല ഞാൻ നിന്നെ വിടുവിച്ചത്, ഒരു നല്ല ജീവിതം നയിക്കാനാണ്. പ്രശ്നങ്ങളിൽ കിടക്കുമ്പോൾ തന്നെ ഒരു നല്ല ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുക. ആ കടം മാറിക്കഴിഞ്ഞ്, കർത്താവേ, എനിക്ക് ദൈവം തരുന്ന ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യതകളിലേക്ക് ഞാൻ പോകത്തില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നതും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ചെയ്ത് ആരെയും കാണിക്കാൻ ഞാൻ എൻ്റെ ജീവിതം നയിക്കത്തില്ല. നീ തരുന്ന ആ ചെറിയ നന്മ കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ഞാൻ ചിലവഴിക്കും. അങ്ങനെ തീരുമാനം എടുത്തേ. കർത്താവേ, നീ എനിക്ക് ഇനി ആരോഗ്യം തന്നാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തില്ല. ഞാൻ നിന്റെ നാമത്തിനും എൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കും. അങ്ങനെ തീരുമാനം എടുത്തേ. ശേഷമുള്ള കാലം ഞാൻ ലോകത്തിൻ്റെ മോഹത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കും. ഒരു തീരുമാനം എടുത്തേ. ഇന്ന് നിങ്ങൾ കിടക്കുന്ന പ്രശ്നത്തിൽ ഇന്ന് നിങ്ങൾ ഈ തീരുമാനം എടുത്താൽ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾ ഇന്ന് കിടക്കുന്ന പ്രശ്നത്തിൽ കിടക്കത്തില്ല. ഞാനതൊരു ലോങ് ടൈമായി പറഞ്ഞത് ചിലപ്പോൾ ഭവനത്തിൻ്റെ പണിയായിരിക്കാം, അങ്ങനെയൊക്കെ വലിയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ കാണത്തില്ല. കർത്താവ് നിങ്ങളെ സഹായിക്കാനുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴേ പറയണം, എൻ്റെ വിടുതൽ അത്ഭുതത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. അതെ, എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമാക്കാൻ സമർപ്പിക്കുകയാണ്. ആ വചനത്തിന് മുമ്പിൽ നമുക്കൊന്നുകൂടെ സമർപ്പിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. കർത്താവിൻ്റെ വിടുതലിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കാൻ, ജീവന്റെ പ്രകാശത്തിൽ നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഇന്ന് അങ്ങ് ബുദ്ധി ഉപദേശിച്ചതിന് നന്ദി പറയും. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിടുവിക്കുമ്പോൾ, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ, വഴികളെ തുറക്കുമ്പോഴൊക്കെ കർത്താവെ, അങ്ങിൽ തന്നെ ഉറച്ചു നിൽപ്പാനുള്ള ഒരു തീരുമാനം ഇന്ന് പകൽ ഞങ്ങൾ എടുക്കുകയാണ്. കർത്താവ് സ്തോത്രം. കർത്താവെ, ഞങ്ങളെ വിടുവിക്കുന്നതും ഞങ്ങളുടെ കാലുകൾ ഇടറാതെ വണ്ണം ഞങ്ങളെ നടത്തുന്നതുമൊക്കെ ഞങ്ങൾ ജീവൻ്റെ പ്രകാശത്തിൽ നടപ്പാൻ, അങ്ങയെ അനുഗമിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മഹത്വമായി മാറുവാനാണല്ലോ. യേശുവിൻ്റെ ദിവസത്തിനെ അനുഗ്രഹിക്കുന്ന എന്ത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ജീവൻ്റെ പ്രകാശത്തിൽ നടപ്പാനും കർത്താവെ അങ്ങയെ അനുഗമിക്കുവാനും ഒക്കെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാ വഴികളെ തുറക്കുന്നു, അവർക്ക് വിടുതലുകളെ നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. തീരുമാനം എടുക്കുക. ലോക മനുഷ്യരെടുക്കുന്ന പോലെ പ്രശ്നങ്ങൾ മരിക്കാനുള്ള തീരുമാനമല്ല, ഒളിച്ചോടാനുള്ള തീരുമാനമല്ല, പരാജയത്തിന് മുമ്പിൽ തലകുനിക്കാനുള്ള തീരുമാനമല്ല, ജീവിക്കാനുള്ള തീരുമാനം. കർത്താവെ,
ഈ പ്രശ്നം ഇവരുടെ പ്രൊമോഷനായി മാറണമേ. ഈ പ്രതിസന്ധി ഇവരുടെ അടുത്ത ലെവലിലേക്കുള്ള ചുവടുവെപ്പായി തീരണമേ. ഇതിനകത്ത് ചില തിരുത്തലുകളും അത്ഭുതങ്ങളും ചെയ്ത് പിശാചിൻ്റെ പ്രവൃത്തികളെ ഉടച്ചു കളയുന്ന ഒരു ജീവിതം നയിക്കാൻ നീ ഇവരെ അനുഗ്രഹിക്കണമേ. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടണം. God bless you.